കോടതി വളപ്പിലേക്ക് തലശ്ശേരി സഹകരണ ആശുപത്രിയുടെ ആംബുലൻസ്. അകത്ത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 12ാം പ്രതി ജ്യോതി ബാബു. സ്ട്രെച്ചറിൽ കോടതി മുറിയിലേക്ക്. 10ാം പ്രതിയായ കെ കൃഷ്ണനും കോടതിയിലെത്തി കീഴടങ്ങി. CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും കോടതിയിലെത്തി. രണ്ടുപേരെയും വെറുതെ വിട്ട വിചാരണ കോടതിയുടെ നടപടി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇരുവരും ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. കെ കൃഷ്ണൻ അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വളരെ ക്രിട്ടിക്കലായി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമായ അസുഖത്തിന് അടിമയാണ്. മതിയായ ചികിത്സ നൽകാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ ജ്യോതി ബാബു കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട് കുറേ വർഷമായി ട്രീറ്റ്മെൻറ്റിലാണ്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. കെ കൃഷ്ണൻ്റെ കാര്യത്തിൽ ഉത്തരവാക്കിയതുപോലെ തന്നെ മെഡിക്കൽ ചികിത്സക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാക്കിയിട്ടുണ്ട്. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റാനാണ് കോടതി ഉത്തരവിട്ടത്. ബീച്ച് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന, പിന്നാലെ ജില്ലാ ജയിലിലെത്തിച്ചു. ചികിത്സ ആവശ്യമുള്ളതിനാൽ പ്രതികളെ ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ സൂപ്രണ്ടിന് തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു. ജയിലിലെ നടപടികൾ പൂർത്തിയാക്കി ജ്യോതി ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃഷ്ണൻ ജയിലിൽ തുടരും. ഇരുവരെയും 26-ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.